ഇന്ന് നമുക്ക് സിമ്പിൾ കേക്കിൻ്റെ റെസിപ്പി നോക്കിയാലോ. ഓവനും ബീറ്ററും ഒന്നുമില്ലാതെ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന നല്ല സ്പോഞ്ച് പോലത്തെ കേക്ക് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് അളവിൽ മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി മധുരത്തിന് ആവശ്യമായ പഞ്ചസാര നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഞാനിപ്പോൾ 1/2 കപ്പ് അളവിലാണ് പഞ്ചസാര എടുത്തിട്ടുള്ളത്. നമുക്കിനിയിപ്പോൾ മാറ്റിയതിന് ശേഷം ഈ ജാറിലേക്ക് തന്നെ ഒരു മുട്ട ചേർത്ത് കൊടുത്ത് ഒന്ന് അടിച്ചെടുക്കാം. സമയം തന്നെ നമുക്ക് കുറച്ച് വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിൽ 1/4 കപ്പ് അളവിൽ ഓയിൽ കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിലേക്ക് 1 പീസ് ബട്ടർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബട്ടർ എടുക്കുമ്പോൾ എപ്പോഴും റൂം ടെമ്പറേച്ചറുള്ള ബട്ടർ എടുക്കാൻ ശ്രദ്ധിക്കണം. എല്ലാം നമ്മൾ നന്നായി അടിച്ചെടുത്തതിന് ശേഷം നമുക്കതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. എടുത്തു വെച്ച മൈദയിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഇളക്കിയിട്ട് നമുക്ക് ഈ ബാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കാം. മൈദ കുറച്ചായി ചേർത്തിട്ട് നമുക്കെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് റൂം ടെമ്പറേച്ചറിലുള്ള കുറച്ച് പാൽ കൂടി നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഇതുപോലെ ഇരിക്കും. അതിനുശേഷം നമ്മളൊരു ബൗളിൽ എണ്ണ തടവിയതിന് ശേഷം കുറച്ച് മൈദപ്പൊടിയും കൂടി ചേർത്ത് തട്ടിയിട്ടെടുക്കുക. ഇങ്ങനെ ചെയ്താൽ നമ്മളെ കേക്ക് പാത്രത്തിൽ ഒട്ടിപ്പിടിക്കാതെ പെട്ടെന്ന് വിട്ടുപോരും. ബട്ടർ പേപ്പർ ഉള്ളവർക്ക് ബട്ടർ പേപ്പർ യൂസ് ചെയ്യുക. അല്ലാത്തവർക്ക് ഈ ഒരു വിദ്യ വളരെ യൂസ്ഫുള്ളാണ്. ബാറ്റർ പാത്രത്തിലേക്ക് ഒഴിച്ചതിന് ശേഷം നമുക്കതിൻ്റെ എയർ ബബിൾസ് പോകാനായിട്ടൊന്ന് തട്ടിക്കൊടുക്കാം. അതിനുശേഷം നമ്മുടെ കേക്ക് ബേക്ക് ചെയ്തെടുക്കാനായിട്ട് ഒരു വലിയ കുക്കർ ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പാത്രം ഇറക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അത് ഒരു അരമണിക്കൂർ സമയത്തേക്ക് ചെറിയ തീയിൽ വെച്ച് നമുക്കത് ബേക്ക് ചെയ്തെടുക്കാം. അരമണിക്കൂർ ആകുമ്പോൾ തന്നെ നമ്മുടെ കേക്ക് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും ടൂത്ത് പിക്കോ അല്ലെങ്കിൽ പപ്പടം കുത്തിയോ എന്തെങ്കിലും വെച്ച് കുത്തി നോക്കിയാൽ അതിൽ ഒട്ടിപ്പിടിക്കാതിരിക്കും. അതാണ് അതിൻ്റെ കറക്റ്റ് പരുവം. നമ്മുടെ സ്പോഞ്ച് കേക്ക് ഇവിടെ റെഡിയായി കഴിഞ്ഞു. എല്ലാവർക്കും എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീട്ടിലുണ്ടാക്കി നോക്കി അഭിപ്രായം പറയണേ. ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ.